ഒട്ടും റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല, നാച്ചുറാലിറ്റി കിട്ടിയില്ല. ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ഐ എം നീമ മാത്യു. ഓ, അബ്സല്യൂട്ട് സിനിമ. ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് 2 ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയെങ്കിലും താൻ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് സൂചന നൽകി സംവിധായകൻ. വേണ്ട, മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഇത് തന്നെ ഓവർ. ഇനി അയാൾക്ക് ഇനിയും വേണം. നിങ്ങൾക്കറിയോ, ഈ ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ പടം നടക്കില്ലായിരുന്നു. ഞാനും ഈ കേരള സ്റ്റോറിയും തമ്മിൽ അമേധ്യമായ ബന്ധമുണ്ട്. എന്റെ വീടിന്റെ 10 അടി മാറിയിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ഹേറ്റേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. കേരള സ്റ്റോറി കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ അതിനു മുമ്പ് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്കും ബെസ്റ്റ് ഡയറക്ടറിനുമുള്ള അവാർഡാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഫിലിപ്പിന്റെ പറി. പണ്ട് തൊട്ട് എനിക്ക് ഈ അവാർഡുകളിലൊന്നും വലിയ വിലയില്ല. പക്ഷെ എന്നാലും സാമാന്യ ബോധം വേണ്ടടാ, ബുദ്ധി വേണ്ടടാ മയിലേ. വർഷം 2004. ഷാരൂഖ് ഖാനും അശുതോഷ് ഗവാരിക്കറും ഒരുമിച്ച് സ്വദേശൊക്കെ ഇറക്കി പുള്ളിക്ക് അവാർഡ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവർ. പക്ഷെ സെയ്ഫ് അലി ഖാന്റെ അമ്മ അത് സമ്മതിച്ചില്ല. അന്നത്തെ ജൂറിയുടെ ചെയർമാൻ ആയിരുന്നു പുള്ളിക്കാരി. ആ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സെയ്ഫ് അലി ഖാൻ. 21 വർഷം ആ പക കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു അശുതോഷ് ഗവാരിക്കർ. അങ്ങനെ ഈ കൊല്ലം ജൂറിയുടെ ചെയർമാനായ അങ്ങേര് ഷാരൂഖ് ഖാന് ജവാന്റെ പേരിൽ അവാർഡ് കൊടുത്തത് ഒരു അണ്ടർ റേറ്റഡ് പ്രതികാര കഥയാണെന്ന് ഞാൻ പറയും. നമുക്കൊക്കെ 80s 90s തൊട്ട് ഇതുപോലെ പല ഡിസൈവിംഗ് ആയിട്ടുള്ള അവാർഡ്സും കിട്ടിയിട്ടേ ഇല്ല. ബെസ്റ്റ് ആക്ഷൻ ഡയറക്ടർ ഹനുമാൻ അല്ലേ? ഓ, അത് പാതി മുക്കാലും CG ആടാ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ?